പ്രിയമുള്ളവരെ, ഏറെ വിഷമത്തോടെ ഏറെ പ്രയാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യ സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ടീം കണ്ടു. ഇന്നേ വരെ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന് അല്ലെങ്കിൽ അർഹിച്ച ക്യാപ്റ്റൻസി സഞ്ജു സാംസണ് ബി ടീം കളിക്കുന്ന സാഹചര്യങ്ങൾ കൊടുക്കാത്തതിനൊന്നുമെതിരെ ഞാൻ വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് പ്രതികരിക്കാതെ ഇരുന്നുകൂടാ, അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് സിംബാബ്വെക്കെതിരെയുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ആ ടീമിൽ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന ശുഭ്മാൻ ഗില്ലാണ്. പിന്നെ ലോകകപ്പ് കളിക്കുന്ന സീനിയർ ടീമിലില്ലാത്ത ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ IPL സീസണിൽ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് ടീമിനെ നയിച്ച് അട്ടർ ഫ്ലോപ്പായിട്ട് മാറിയ ശുഭ്മാൻ ഗില്ല് ആണ് ടീമിനെ നയിക്കുന്നത്. അതേസമയം സഞ്ജു സാംസൺ ഒരു വെറും പ്ലെയറായിട്ട് ആ ടീമിൽ കളിക്കുക. ഓക്കെ, നിങ്ങൾ ഏകദിന ടീമിനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ഏകദിന ടീമിൽ നിങ്ങൾ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി വെക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ശുഭ്മാൻ ഗില്ല് അതിന് അർഹനാണ്. ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ല് അത്രയേറെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാപ്റ്റനാക്കിക്കൂ. അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടീമിൽ വരാനായിട്ട് സഞ്ജു സാംസൺ യോഗ്യനല്ല, അത് നമ്മൾ അംഗീകരിക്കാം. സഞ്ജു സാംസൺ യോഗ്യനല്ല. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ കിട്ടിയ അവസരങ്ങളിൽ ചിലത് മാത്രമേ വിനിയോഗിച്ചുള്ളൂ. പക്ഷേ T20 ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സീനിയർ ടീമിലുള്ള സഞ്ജു സാംസൺ അല്ലേ ആ ടീമിനെ നയിക്കേണ്ടത്? സഞ്ജു സാംസൺ പ്രൂവണായിട്ടുള്ളൊരു താരമല്ലേ? കാരണം കിട്ടിയ അവസരങ്ങൾ 2 സീസൺ ഗുജറാത്ത് പോലൊരു 2 സീസൺ രാജസ്ഥാൻ പോലൊരു ടീമിനെ നയിച്ചു. ആ ടീമിൽ ആരൊക്കെയാണ് കളിക്കുന്നത്? ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന രവിചന്ദ്രൻ അശ്വിൻ, ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന യുസ്വേന്ദ്ര ചഹൽ, ന്യൂസിലൻഡിന്റെ മെയിൻ പേസറായിട്ടുള്ള ട്രെന്റ് ബോൾട്ട്, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്ലർ, വെസ്റ്റ് ഇൻഡീസിന്റെ മെയിൻ താരമായിട്ടുള്ള ഷിംറോൺ ഹെറ്റ്മെയർ, ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായി കളിക്കുന്ന ഇന്ത്യയുടെ 3 ഫോർമാറ്റിലെ പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള യശസ്വി ജയ്സ്വാൾ, റയാൻ പരാഗ്, ഇങ്ങനെ സീനിയറായിട്ടുള്ള താരങ്ങൾ മൊത്തം കളിക്കുന്ന ഒരു ടീമിനെ ഏറെ പക്വതയോടെ നയിച്ച് ആ ടീമിൽ ഒരു ഇഷ്യൂ പോലും ഇല്ലാതെ ആ ടീമിനെ ഫൈനൽ വരെ എത്തിച്ച സഞ്ജു സാംസണെ ക്യാപ്റ്റൻ ആക്കാതെ പകരമാക്കിയിരിക്കുന്ന ആരും ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ശുഭ്മാൻ ഗില്ലിനെ. ഇതിന്റെ മാനദണ്ഡം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയേറെ മുമ്പ് ഋതുരാജ് ഗെയ്ക്വാദിനെ ഇന്ത്യൻ ക്യാപ്റ്റനാക്കിയ സമയത്ത് പോലും അതും യോഗ്യതയില്ലാത്ത കേസായിരുന്നു. അന്ന് ഋതുരാജ് ഇന്ന് IPL ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ട് അന്ന് ഋതുരാജ് ചെന്നൈയുടെ ക്യാപ്റ്റൻ പോലുമല്ല, IPL പോലും നയിക്കാത്ത ആളാണ്. അന്ന് ഇവർ കൊണ്ട് ഋതുരാജിനെ ക്യാപ്റ്റനാക്കി വെച്ചു. അന്നും ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞ് ഇതിൽ കൂടുതൽ സഞ്ജു സാംസൺ എന്ത് തെളിയിക്കാനാണ്? നിങ്ങൾ ഫസ്റ്റ് ടീമിൽ കളിപ്പിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഋഷഭ് പന്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് ഒരു പക്ഷേ വലിയ ടൂർണമെന്റ്സ് കളിക്കുന്ന അല്ലെങ്കിൽ വലിയ സിറ്റുവേഷൻസ് കളിക്കുന്നതിൽ, പ്രഷർ സിറ്റുവേഷനിൽ കളിക്കുന്നതിൽ അത്രയേറെ മികവുള്ള ആളായിരിക്കാം. പക്ഷേ സെക്കൻഡ് ടീമിൽ അല്ലെങ്കിൽ B ടീം എന്ന് വിളിക്കാവുന്ന ഒരു ടീം തയ്യാറാക്കുമ്പോൾ ആ ടീമിൽ സഞ്ജു സാംസണെ ക്യാപ്റ്റൻ ആക്കാത്ത അനീതിയാണ് എന്ന് പറയാതെ മാർഗമില്ല.